ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു യൂട്യൂബ് ചാനൽ ചെറുതായിട്ടൊന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്യണ പോലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ ഓരോ പണികളാണ്, മുറ്റോടിക്കലും കാര്യങ്ങളൊക്കെ. എൻ്റെ കോലമൊന്നും കണ്ടിട്ട് ആരും ഞെട്ടണ്ട കേട്ടോ, കുളിച്ചിട്ടൊന്നുമില്ല. ഒരു ട്രയൽ അടിച്ച് നോക്കിയതാണ്. കാരണം രാവിലെ പാലക്കാട് ഇപ്പം എന്താ തണുപ്പെന്നറിയോ, ഐസ് കോരിയിട്ട പോലെ തണുപ്പാണ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിറയെ കാറ്റും പൊടിയൊക്കെ പറക്കുന്ന കണ്ടില്ലേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഏട്ടൻ രാവിലെ പോകാൻ വേണ്ടിയിട്ട് ഓട്ടോ എല്ലാം കഴുകുന്നുണ്ട്. ഓട്ടോയിലൊരു കുഞ്ഞുവാവനെ കണ്ടില്ലേ, അത് നാത്തൂൻ്റെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പാലക്കാടൻ ഭാഗത്തെ വീടിന് പുറത്തൊരടുപ്പ് മസ്റ്റായിട്ടും ഉണ്ടാവുമല്ലോ, വെള്ളം ചൂടാക്കാനും ചോറ് വെക്കാനൊക്കെ ആയിട്ട്. അപ്പം നമ്മുടെ ഈ ഭാഗത്ത് നിറയെ ചീത്തയായി കിടക്കുമായിരുന്നു, കാറ്റൊക്കെ അടിച്ചിട്ട് കരിയിലൊക്കെ വന്നിട്ട്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട്, നിറയെ പൊടിയല്ലേ കാറ്റടിച്ചിട്ട് മേൽ നല്ല അഴുക്കാകും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ച് അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. അമ്മ അടുത്ത് നിൽപ്പുണ്ട്, അമ്മേൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞുകൊണ്ടാണ് ഓരോ പണികളും ചെയ്യുന്നത്. കുട്ടിയുണ്ട് അവിടെ, അവൾ കോഴിയുടെ പുറക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം പണിയൊക്കെ സെറ്റാക്കി, ഇനി വിറകൊക്കെ കൊണ്ട് വെക്കണം. എല്ലാം ഒന്ന് ക്ലീനാക്കി അടിച്ചു വാരി എല്ലാം വൃത്തിയാക്കിയിട്ടു. അങ്ങനെ ഒന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൂടെ കനാൽ പോകുന്നുണ്ട്. ഇപ്പോൾ കനാലിൽ തുണി അലക്കാൻ വേണ്ടിയിട്ട് പോവുക. അപ്പോൾ വീട്ടിലാണെങ്കിൽ വെള്ളം എടുത്തെടുത്ത് കഴുകണ്ടല്ലോ, ഇതാണ് വേഗം പോയി കഴുകിയിട്ട് വരാമല്ലോ. വീടിനടുത്ത് തന്നെ ഇതാ എത്തി. അപ്പോൾ അവിടെ നിന്നിട്ട് തുണിയൊക്കെ കഴുകി, വീട്ടിൽ കുറച്ച് തുണിയേ ഉള്ളൂ, എന്നാലും അഴുക്കുള്ളതല്ലേ. അപ്പം ഇവിടെ കൊണ്ടുവന്നാൽ നമുക്ക് വേഗം കഴുകിയെടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വരും. ഒരാഴ്ച ഇടവിട്ട് വെള്ളം വരുന്നുണ്ട്, നമ്മുടെ കൃഷിക്ക് വേണ്ടിയിട്ട് വരുന്ന വെള്ളം. അപ്പം ഈ സമയത്ത് വെള്ളം വരുമ്പം നമ്മൾ കനാലിൽ വന്നിട്ട് കഴുകും. എന്നിട്ട് തിരിച്ചു പോയി. വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് വേഗം അങ്ങോട്ട് പോവാം. വലിയ വെയിലൊന്നും ഇല്ലല്ലോ, നല്ല കാറ്റുണ്ട്, നല്ല സുഖമാണ്. അങ്ങനെ കുറച്ച് നേരം കുട്ടിയുടെ ഒപ്പമൊക്കെ ഇങ്ങനെ കളിച്ചിരിച്ചിരുന്നപ്പോഴത്തേക്കും അങ്ങനെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടൻ വന്നു ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ഊണ് കഴിച്ചു. വൻപയർ പുളി, മുതിര ഉപ്പേരിയും മാന്തൽ വറുത്തുക, അത് കഴിച്ചു. ഏട്ടൻ്റെ അടുത്തൊന്ന് ഹായ് പറയാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏട്ടന് ഭയങ്കര ചമ്മലാണ് കേട്ടോ, തീരെ മൈൻഡാക്കുന്നില്ല, വലിയ ജാട ഇട്ടിരിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ.